ഹലോ എവ്രി വൺ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളാരും അധികമൊന്നും കണ്ടിട്ടില്ലാത്ത കഴിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി റംബുട്ടാൻ പിക്കിളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നല്ല മാങ്ങ, ചക്ക, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ സീസൺ ആണല്ലേ. അപ്പം നമ്മളെ വീട്ടിൽ തന്നെയുള്ള റംബുട്ടാൻ പറിച്ച് അതുകൊണ്ടാട്ടോ പിക്കിൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കുറേ ഷോർട്സ് വീഡിയോ ആയിട്ട് നമ്മുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഗാർഡൻ തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഇന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതാണ്. സോ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഓൺലൈൻ എനേബിൾ ചെയ്ത് വെക്കുക. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ റംബുട്ടാനൊക്കെ പറിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ മേൽ പോർഷനിലുള്ള ആ ഒരു കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലുള്ള റംബുട്ടാൻ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ആ ഒരു കൊമ്പ് ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൊട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ കൊമ്പ് മുറിക്കുക എന്നുള്ള പ്ലാനിൽ വന്നത്. പിന്നെ അതുമല്ല ആ ഒരു കൊമ്പിലുള്ള റംബുട്ടാനൊക്കെ ഓൾമോസ്റ്റ് പഴുത്തതുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് 2 വെറൈറ്റീസ് ഓഫ് റംബുട്ടാനാണ് നമ്മളെ ഗാർഡനിലുള്ളത്. ഒന്ന് റെഡും ഒന്ന് യെല്ലോയും. നമ്മൾ റെഡ് വന്നിട്ട് സൈസ് വൈസ് കുറച്ചുകൂടെ ബിഗാണ്, നമ്മൾ യെല്ലോനെ വെച്ച് കമ്പയർ ചെയ്യും. പക്ഷേ സ്വീറ്റ്നെസ് ഏറ്റവും അധികം നമ്മുടെ യെല്ലോക്കാണ് കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി റംബുട്ടാൻ പിക്കിൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് കാലമൊക്കെ അധികം കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റംബുട്ടാൻ സീസണൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഈ അച്ചാർ കഴിക്കാം. ഇതൊരു അച്ചാറായിട്ട് തന്നെ ആവണമെന്നില്ല, നമുക്ക് വെറുതെ ഇരുന്നിട്ടും കഴിക്കാം. അത്രക്കൊരു സ്വീറ്റ് ആൻഡ് കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ പറിക്കലൊക്കെ കഴിഞ്ഞ് നല്ല റെഡിഷ് കളറുള്ളത് നോക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു. നല്ല പഴുത്തത് എടുത്തിട്ട് ഇതാക്കുമ്പോൾ നമുക്കൊന്നും കൂടെ മധുരം ഉണ്ടാവുമല്ലോ നമ്മൾ അച്ചാർ. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ കാമ്പ് എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തി എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു ആഴത്തിലൊന്ന് വരിഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറിക്കുമ്പോൾ 2ആയിട്ട് പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലഷ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇന്ന് നമ്മൾ ഓരോന്നും ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ആഴത്തിൽ തന്നെ നമ്മൾ കത്തി വെച്ച് വരിയുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ലൈനൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ആകുമ്പോൾ കുറച്ചൊരു ലൈൻ ഇതിൽ ഓൾറെഡി കത്തിൻ്റെത് വീഴും. അപ്പോൾ നമ്മൾ ഈ അച്ചാർ നല്ലോണം ഇതിലേക്ക് പിടിക്കും. സോ നമ്മളിങ്ങനെ എല്ലതും അത്യാവശ്യം രീതിയിൽ നമ്മളിങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. സോ അതിനായിട്ട് നല്ലൊരു പാൻ എടുക്കുക, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുക്, ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം നമ്മൾ കറി ലീവ്സ് കുറച്ചധികം തന്നെ ഇരുന്നോട്ടോ കേട്ടോ. കറി ലീവ്സ് നല്ല ടേസ്റ്റ് അറിയാലോ, നമ്മൾ ഫ്ലേവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ല മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇഞ്ചി കുറച്ച് അധികം വെളുത്തുള്ളിനേക്കാളും എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം സോട്ട് ചെയ്തിട്ട് മൂത്ത് വരണം, അതായത് കളർ മാറി വരണം കേട്ടോ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി. നമ്മൾ ഓൾറെഡി ചില്ലി ആഡ് ചെയ്തുകൊണ്ട് തന്നെ മുളക് പൊടി നോക്കിയിട്ട് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് അധികം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അധികം ഇടാം. പിന്നെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പുളി ഉണ്ടല്ലോ, പുളി കുറച്ച് ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കട്ടിയുള്ള പുളിൻ്റെ വെള്ളമാണിത്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കരിപ്പെട്ടിയാണ്, നല്ല കറുത്ത കളറിലുള്ള ശർക്കരയാണ് കേട്ടോ. ഇത് ഒന്നും കൂടി കളർ നമുക്ക് കൂട്ടിക്കിട്ടും. പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഈ ശർക്കരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മൾ കുറച്ച് വിനാഗിർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ കുറച്ചൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു ബ്ലാക്ക് ശർക്കര ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അച്ചാറിന്, നമ്മളുടെ ഈ ഒരു പിക്കിളിന് ഭയങ്കര ഒരു ബ്ലാക്കിഷ് കളറാണ് കേട്ടോ കിട്ടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മൾ റംബുട്ടാൻ ഉണ്ടല്ലോ, ആ റംബുട്ടാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 1/2 ഹവറെങ്കിലും നമ്മളത് തിളക്കാൻ വിടണം കേട്ടോ. എന്നാലേ നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ റംബുട്ടാനിലേക്ക് പിടിച്ചു കിട്ടുള്ളൂ. പിന്നെ കംപ്ലീറ്റ്ലി നമ്മളത് വറ്റിക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം അതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കട്ടിയാവുന്നുണ്ട്.
സോ നമ്മൾ അടിപൊളി റംബുട്ടാൻ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.